ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ ഗോമതി ആകെപ്പാടെ ടെൻഷനിലാണ്. ആ സമയത്ത് ആകാശിനെ മീനാക്ഷി ഫോൺ ചെയ്തു. ആണോ? ആ എന്നാ ശരി, പെട്ടെന്ന് വരാൻ നോക്കാൻ പറഞ്ഞു വെച്ചു. അപ്പോഴേക്കും ഗോമതി ചോദിച്ചു, എന്തായി മോളെ, അവനെ വിളിച്ചിട്ട്? അവൻ എവിടെയാ എന്താന്നൊക്കെ ചോദിച്ചു. അതെ, ആകാശം പുറത്തെവിടെയോ. പുറത്തെവിടെയെന്ന് വെച്ചാ അതൊന്നും നീ ചോദിച്ചില്ലേ? കടയുടെ എന്തോ ആവശ്യത്തിന് പോയതാ. അവനോട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ. അമ്മ അമ്മ ഇങ്ങനെ ടെൻഷൻ ആതെ. ആ സമയം മിത്ര ആരിനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. എന്താ മോളെ, ആരും വിളിച്ചിട്ട് കോൾ എടുത്തില്ലെന്ന് ചോദിച്ചു. എടുത്തില്ലമ്മേ, ആരും ചിലപ്പോ ഫോൺ ബെല്ലടിക്കുന്ന അറിയുന്നുണ്ടായിരിക്കില്ല, ഡ്രൈവ് ചെയ്യുമായിരിക്കും. ഷോ, എന്തെങ്കിലും ആപത്ത്. അമ്മ അങ്ങനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീദേവി ധർമ്മനെ വിളിക്കുവാണ്. എന്തായി മോളെ, വിളിച്ചിട്ടെടുത്തോ? ഒന്ന് വിളിച്ചിട്ടെടുത്തു, പക്ഷേ എങ്കിൽ എന്തോ തിരക്കാന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യുന്നു പറഞ്ഞു. അയ്യോ, ഇനിയിപ്പോ സുകന്യക്ക് എന്തെങ്കിലും സീരിയസോ മറ്റോ ആണോ? അതുകൊണ്ടാണോ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് ധർമ്മന്? ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു, അമ്മയുടെ ഈ ടെൻഷൻ ആദ്യം ഒന്ന് മാറ്റി വെക്കാവോ? ഏതോ കൈനോട്ടക്കാരി എന്തോ വന്ന് പറഞ്ഞെന്നും പറഞ്ഞോണ്ട് മോളെ അങ്ങനൊന്നും അല്ല. ഈ കുടുംബത്തിൽ ആർക്കും എന്തോ വലിയൊരു ആപത്ത് സംഭവിക്കാൻ പോന്നു. അതാ പറഞ്ഞത്. അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോഴേക്ക് ശ്രീദേവി ഓർത്തു, ഇനിയിപ്പം സുകന്യേച്ചി വല്ല കൂടുതലുമാണോ? സീരിയസ് ആണോ? ദൈവമേ, തന്റെ അച്ഛനും അമ്മയൊക്കെ എന്നാ പെട്ടത് തന്നെ. ആകെപ്പാടെ ടെൻഷനായി പോയി ശ്രീദേവിക്ക്. അപ്പോഴേക്കും മിത്രയോട് ചോദിച്ചു, മീനാക്ഷി ചോദിച്ചു, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആ കൈനോട്ടക്കാരി ഇങ്ങോട്ട് വിളിച്ചു വരുത്താനായിട്ട്? ഈ അപ്പച്ചി പറഞ്ഞോണ്ടാ ആ വഴിയെ കൂടെ പോയതാ, ഞാനല്ല അതിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞു. കോമതിറിഞ്ഞ്, നിനക്കൊക്കെ ഇതൊക്കെ പറയാം. അവര് വന്നോണ്ടല്ലേ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞത്. എനിക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ആർക്കെങ്കിലും എന്തേലും സംഭവിക്കുമെന്ന്. അങ്ങനെ ഒന്നും സംഭവിക്കില്ലമ്മേ. ആദ്യം അമ്മയുടെ ഈ പേടി നിർത്ത് എന്നൊക്കെ മീനാക്ഷി പറയണം. അതെ, ഒരു കാര്യം ചെയ്യാം, കുറച്ച് ദിവസത്തേക്ക് ഇനി ആരും ഇപ്പൊ പുറത്തേക്കൊന്നും പോകണ്ട. പുറത്തേക്ക് പോകണ്ടെന്നോ? അതെ മീനു, നീ കുറച്ചു ദിവസത്തെ ലീവ് എടുക്ക് എന്ന് പറഞ്ഞു. എന്റെ അമ്മേ, വരാനുള്ള ആപത്താണെങ്കിൽ വീട്ടിൽ കയറി ഇരുന്നാലും വരും. അതിപ്പോ പുറത്തേക്ക് പോകണമെന്നൊന്നുമില്ല. ഓ, അത് ശരിയാണല്ലേ, അങ്ങനെയുണ്ടല്ലോ അല്ലേ എന്നൊക്കെ ഗോമതി പറഞ്ഞു. ഗോമതി ആകെപ്പാടെ പാനിക്കായി പോയിട്ടുണ്ടായിരുന്നു. കൈനോട്ടക്കാരി വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ പിന്നീട് ഗോമതി ചോദിച്ചു, അല്ല അനുമോൾ ഇതിലായിട്ടും പുറത്തു പോയിട്ട് വന്നില്ലല്ലോ. എന്റെ അമ്മേ, എന്തോ പ്രോജക്റ്റ് ചെയ്യാനൊക്കെ എന്നും പറഞ്ഞ് അവള് പോയതല്ലേ, വരട്ടെ എന്നൊക്കെ മീനാക്ഷിയും പറഞ്ഞു. ഈ സമയത്താണ് ആര്യനെ അങ്ങോട്ടേക്ക് വരുന്നത്. ആര്യനെ കണ്ടപ്പോൾ ഗോമതി ചോദിച്ചു, എടാ നിന്റെ എവിടെയായിരുന്നു? നിന്റെ ഫോൺ എന്തിയെ? എത്ര വട്ടം വിളിക്കണം, ഫോൺ എടുക്കാൻ നിനക്ക് പറ്റില്ല എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അമ്മേ ഞാൻ ബൈക്കിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഇതെന്താ എല്ലാരും ഉണ്ടല്ലോ, എന്തോ ഭയങ്കര ചർച്ചയിലാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അതാര്യ, ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യം? അല്ല, അനു എന്തിയെന്ന് ചോദിച്ചു. അതാര്യ, അനുമോൾ എന്തോ പ്രോജക്റ്റ് ചെയ്യാനെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയതാ ഫ്രണ്ടിനെ കാണാനായിട്ട്, എന്നിട്ട് വന്നില്ലെന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറയണം. ആരിന് ഭയങ്കര ടെൻഷനായി. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടാ മോനെ, ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണ. ഈ പ്രശ്നം ഉണ്ടെന്നോ? എന്ത് പ്രശ്നം? അതെ, ഈ കുടുംബത്തില് എന്ന് പറഞ്ഞു വന്ന് കഴിഞ്ഞപ്പോഴാണ് പുറത്തൊരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടെ. എല്ലാരും കൂടെ നോക്കിക്കഴിഞ്ഞപ്പോ ധർമ്മൻ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി. മാമ മാത്രം ഉള്ളല്ലോ, ചേച്ചി ഇല്ലല്ലോ എന്ന് പറയുകയാണ് മീനാക്ഷി. അപ്പോഴേക്ക് ശ്രീദേവി ഞെട്ടിപ്പോയി. ദൈവമേ, ഇനിയിപ്പോ ചേച്ചിക്ക് സീരിയസ് വല്ല ആണോ? അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ലേ ഭഗവാനെ. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അതെ ആര് പറഞ്ഞു? സുകന്യേച്ചി ഉണ്ടല്ലോ എന്ന് പറയാണ്. സുകന്യ ഒരു കരിക്കൊക്കെ കൈ പിടിച്ചോണ്ട് ഇറങ്ങുവാണ് ഓട്ടോറിക്ഷയെന്ന്. അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ തന്നെ ധർമ്മം പറഞ്ഞ് നടക്കാൻ പറയണം. അങ്ങനെ സുകന്യയും ധർമ്മനും കൂടെ അകത്തേക്ക് കയറി വന്നു. ഇതേ സമയത്ത് ആരും മിത്രോട് ചോദിച്ചു, ഇതെന്ത് പറ്റി സുകന്യേച്ചിക്കെന്ന് ചോദിച്ചു. അതെ, സുകന്യേച്ചിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുമായിരുന്നു പറഞ്ഞു. സുകന്യേച്ചിക്ക് ചെറിയൊരു പണി കിട്ടിയെന്ന് പറഞ്ഞു. അതേ സമയത്ത് അവരങ്ങോട്ട് കയറി വന്നു. അപ്പോഴേക്കും ഗോമതി ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ധർമ്മ സുകന്യക്ക്? അപ്പോഴേക്കും സുകന്യ പറഞ്ഞു, ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല, പക്ഷേ ഇതെനിക്ക് കേട്ട് ആരോ മനഃപൂർവ്വം പണി തന്നാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു, ആര് പണി തന്നാലും ഞാൻ അവരെ പിടികൂടൂന്നൊക്കെ സുകന്യ പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി ചോദിച്ചു, അല്ല ലേഹ്യത്തിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ? ആ ലേഹ്യത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ വേറെന്തോ കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മിത്ര പറഞ്ഞു, അതെ മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗർഭിണികൾക്ക് കൊടുക്കുന്ന ആഹാരം മറ്റുള്ളവരെടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ വയറ്റി പിടിക്കില്ലെന്ന്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ. അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെ ആയാലും വഴിയുണ്ട്, അല്ലാതെ ലേഹ്യത്തിന് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മം ചോദിച്ചു, ഓഹോ, അപ്പൊ അതാണ് കാര്യം. ദേവിക്ക് വെച്ച ലേഹ്യം നീ കട്ടെടുത്ത് കുടിച്ചാലേ? പിന്നെ ഞാൻ കട്ടെടുത്ത് കുടിച്ചൊന്നും അല്ല, ഇനി അത് പറഞ്ഞാ മതിയല്ലോ. പിന്നീട് ധർമ്മം പറഞ്ഞു, അയ്യോ മോളെ ദേവി, നീ വിളിച്ച സമയത്തെ ഇവളുടെ വയറ് കഴുകിക്കൊണ്ടിരിക്കുവായിരുന്നു എനിമ വെച്ച്. ആ സമയത്ത് ഇവള് ഭയങ്കര വെപ്രാളമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കോള് കട്ട് ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞു. അത് സാരമില്ല മാമാന്ന് പറഞ്ഞു. ഈ സമയം ഗോമതി പറഞ്ഞു, എടാ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണ. എന്താ ചേച്ചി? അത് പിന്നെ അപ്പോഴേക്കും മിത്ത പറഞ്ഞു, ഈ അപ്പച്ചിയുടെ ഒരു കാര്യം എന്ന് പറയണം. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പറയാ, എനിക്കല്ലേ എന്റെ ടെൻഷൻ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയം ആര് പറഞ്ഞു, അമ്മ കാര്യം എന്താ വെച്ചാ പറ.
ഈ കുടുംബത്തിൽ ആർക്കും ഒരാൾക്ക് വലിയൊരു ആപത്ത് സംഭവിക്കാൻ പോകുന്ന ആപത്തോ അതെ ഈ കുടുംബത്തിൽപ്പെട്ട ആർക്കും ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കൈനോട്ടക്കാരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞാന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, വന്നല്ലോ അമ്മ വിളിച്ചു കയറ്റിയതല്ലേ. അത് പിന്നെ ഇതിലൂടെ പോകുന്ന സമയത്ത് ഞാൻ വിളിച്ച നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നീട് അവരൊരു ചീട്ടെടുത്ത് നോക്കിയിട്ടൊരു കാര്യം പറഞ്ഞു. ചീട്ടെടുത്ത് നോക്കിട്ടോ അതെ അവര് ചീട്ടെടുത്തിട്ട് കാര്യം പറയുന്നവരാ. അങ്ങനെ ചീട്ടെടുത്ത് കഴിഞ്ഞപ്പോ രാവണന്റെ ജന്മം വന്നേ. അതിനിപ്പോ എന്താ ചേച്ചി കുഴപ്പം എന്ന് ധർമ്മൻ ചോദിച്ചു. എടാ നിനക്കറിയില്ലേ, രാവണൻ അസുരനാ, കുടുംബം മൊത്തം മുടിക്കുമെന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കുടുംബത്തിൽ എന്തോ സംഭവിക്കാൻ പോകുന്ന കൈനോട്ടക്കാരി പറഞ്ഞത്. എന്റെ അമ്മ ഇതൊക്കെ വിശ്വസിച്ചിരിക്കുവാണോ എന്നാരും ചോദിച്ചു. പിന്നെ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സുകന്യ പറഞ്ഞു, ധർമ്മേട്ടൻ പേടിക്കണ്ട കേട്ടോ. അതെന്താ സുകന്യ അങ്ങനെ പറഞ്ഞേ? അല്ല ധർമ്മേട്ടൻ ഈ കുടുംബത്തിലല്ലല്ലോ, കൃഷ്ണമംഗലത്തെ അല്ലേ, പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് സുകന്യ പറഞ്ഞു, എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ഗോമതിക്ക് നല്ല ദേഷ്യമായി. ഗോമതി ധർമ്മനോട് പറഞ്ഞു, എടാ അവളെ ഞാന് ചേച്ചി പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ധർമ്മനും കൂടെ കയറി അങ്ങോട്ട് പോവാണ്. കാരണം ധർമ്മൻ അറിയാം സുകന്യയുടെ സ്വഭാവം ഏതാ എങ്ങനെയെന്നൊക്കെ. എവിടെ എന്തു പറയണമെന്നൊന്നും അറിയത്തില്ല, ചുമ്മാ എടുത്തടിച്ച പോലെ അങ്ങ് പറയും. മറ്റുള്ളവർക്ക് വിഷമാവോ എന്നൊന്നും ചിന്തിക്കത്ത് പോലും ഇല്ല. പിന്നീട് മുറിയിലേക്ക് വന്നിട്ട് സുകന്യയോട് ധർമ്മം ചോദിച്ചു, നീ എന്താടി, നീ അവിടെ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത്, ശരിയായിട്ടുള്ള കാര്യമില്ലേ പറഞ്ഞേ. എന്ത് ശരി, ഇതെന്റെ കുടുംബം, നിനക്കറിയാലോ സുകന്യ. 12 വയസ്സുള്ളപ്പോ ഞാന് ചേച്ചിയുടെ കൈയും പിടിച്ച് ഇങ്ങോട്ട് വന്ന. ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. അത് കേട്ടപ്പം ധർമ്മ പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞ എന്റെ കുടുംബമാവെന്ന് എന്നും പറഞ്ഞോണ്ട്. ഇത് ധർമ്മേട്ടന്റെ കുടുംബം ആവണമെന്നുണ്ടോ? ധർമ്മേട്ടനെ പ്രസവിച്ചത് ചേച്ചിയാണോ? ധർമ്മേട്ടന്റെ അമ്മ അപ്പുറം കൃഷ്ണമംഗലത്തല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു, പ്രസവിച്ച എന്റെ അമ്മയാണെങ്കിലും എന്നെ നോക്കി വളർത്തിയത് എന്റെ ചേച്ചിയാന്ന് പറഞ്ഞു. എന്നും പറഞ്ഞോണ്ട് അമ്മ ആവണമെന്നില്ലല്ലോ, എങ്കിൽ പിന്നെ എന്താ ചേച്ചി അമ്മയെന്ന് വിളിക്കാത്തെ? അത് കേട്ടപ്പോ ധർമ്മന് ഉത്തരം വിട്ടി. അതാ ധർമ്മേട്ടാ പറഞ്ഞത്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലാല് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഇവിടെ പറഞ്ഞേക്കരുത്. നീ കാരണം ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സുകന്യ ധർമ്മനെ നോക്കിയിട്ട് ആ കട്ടിലേക്ക് പോയിരുന്നു. പിന്നീട് ധർമ്മനെ വിളിക്കുക. ധർമ്മൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. എന്താ, ഇങ്ങോട്ടേക്ക് വാ, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ധർമ്മൻ ഇരുന്നു. എന്താ കാര്യം എന്താ? അതെ ഒരു കാര്യം ഞാൻ പറയാം. ലേഹ്യം തന്നെ എന്നെ കൊല്ലാൻ നോക്കി നിങ്ങളുടെ അനുജത്തിമാരെ, അവരെ ഞാൻ വെറുതെ വിടത്തില്ല. അവര് ഒരു കാരണവശാലും വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞു. ധർമ്മന് കട്ടക്കലിപ്പായി. പിന്നെ നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ കുടുംബം, ഇതല്ല നിങ്ങളുടെ കുടുംബം. നിങ്ങളുടെ കുടുംബം കൃഷ്ണമംഗലമാണ്. അവിടെയാണ് നിങ്ങളുടെ ചേട്ടനും അച്ഛനും ഒക്കെ എല്ലാവരും, അല്ല നിങ്ങളുടെ ചേട്ടനും അമ്മയും എല്ലാവരും ഉള്ളത്. അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇതോടെ കേട്ടുകഴിഞ്ഞപ്പോ ധർമ്മന് ദേഷ്യമായി. ധർമ്മം ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം ആരും മിത്രയും വിളിച്ചോണ്ട് പോയി അനുസരെ കണ്ട കാര്യങ്ങളൊക്കെ പറയണം. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു, എന്റെ ഹരിയ നിനക്ക് തോന്നിയതാന്ന് പറയണം. തോന്നിയതോ? അതേനെ, ഒരു കാരണവശാലും അലോകിനോടൊപ്പം മിത്ര അനുസരി പോകത്തില്ല. കാരണം അങ്ങനെ പോവാനായിരുന്നെങ്കിൽ എന്നേ പോവായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2 കുടുംബങ്ങളും തമ്മിൽ ഇത്രയും വലിയ ശത്രുതയല്ലേ. ആ സമയത്ത് അനുശ്രീ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആര്യ? എന്നാലും ഞാൻ കണ്ടത് അവളെ തന്നെയാന്ന് പറയാം. അത് നിന്റെ തോന്നലായിരിക്കും ആര്യ. ഒരു കാരണവശാലും അനുമോൾ അങ്ങനെ ചെയ്യത്തില്ല. അനുമോൾ ഈ കുടുംബത്തിലുള്ളതല്ലേ. അവൾ കുഞ്ഞുനാളിൽ മുതൽ 2 കുടുംബങ്ങളും തമ്മിലുള്ള ശത്രുത കണ്ടു വളരുന്നതല്ലേ. ആ സമയത്ത് അങ്ങനെ പോകും തോന്നുന്നുണ്ടോ? നീ ധൈര്യമായിട്ടിരിക്കുക, അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. വെറുതെ ഓരോ സംശയങ്ങൾ മനസ്സിൽ കിടക്കുന്ന. അപ്പോഴേക്കും ആരും പറഞ്ഞു, ചിലപ്പോൾ ശരിയായിരിക്കുമല്ലേ. അതേന്നേ, അല്ലേലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ ശത്രുതകളാ. ചിലപ്പം നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്താന്ന് വെച്ചാലേ, ഇനിയിപ്പം നിന്റെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരിക്കും. അനുമോൾക്ക് ഇനി എന്തെങ്കിലും മാറ്റം വന്നാലോ, അതൊക്കെ ഓർത്തിട്ടല്ലേ. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അലോകിന്റെ സ്വഭാവം എന്താ ഏതെന്നൊക്കെ അനുമോൾക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ഒരിക്കലും പോകുന്ന പെൺകുട്ടിയല്ല, ഇതെനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും എന്നൊക്കെ മിത്ര എന്നെ സമാധാനിപ്പിച്ചു. അത് കേട്ടപ്പം എന്നെ ഒരു സമാധാനമായി. കുഴപ്പമില്ലല്ലോ. അതെ, ആങ്ങളയ്ക്ക് പെങ്ങളോടുള്ള കരുതൽ കൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നേ, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ശ്രീദേവി മുറിയിലാണ്. അപ്പോഴാണ് ആനന്ദിന്റെ കോള് വരുന്നേ. കോളെടുത്തു. അല്ല നീ ഇത് എവിടാന്ന് ചോദിച്ചു. ഞാൻ മുറിയിലായിരുന്നു പറയണ. മുറി തന്നെയാണോ? കുറച്ചു മുമ്പ് ഞാൻ അടുക്കളയിലായിരുന്നു, ഇപ്പോഴും ഇങ്ങോട്ട് വന്നോളൂ. അടുക്കള ചെന്നപ്പോ അമ്മ എന്നെ അടുക്കളയിൽ നിന്ന് ഓടിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, ദേവി നീ അടുക്കളയിലേക്കൊന്നും പോണ്ട കേട്ടോ. എന്തേലും വേണമെങ്കിൽ അമ്മ നിനക്ക് മുറിയിലേക്ക് കൊണ്ടുത്തരും, നീ ഒന്ന് പറഞ്ഞാ പോരെ. പിന്നെ നീ എന്തിനാ അങ്ങോട്ടേക്ക് പോണേ എന്നൊക്കെ ചോദിച്ചു. ആനന്ദ് ദേഷ്യപ്പെടുവാണ്. അങ്ങനൊന്നുമില്ല ആനന്ദേട്ടാ, എന്നെ കൊണ്ട് ഇവിടെ ആരും ഒരു ജോലിയൊന്നും ചെയ്യിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആനന്ദിന് ഭയങ്കര ടെൻഷനാ.
പിന്നീട് ശ്രീദേവി ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചാൽ ആനന്ദേട്ടൻ സത്യം പറയുമെന്ന് ചോദിച്ചു. എന്താ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരണം, സത്യസന്ധമായിട്ട് വേണം. പറയാം. അതെ, ഇപ്പോഴാനന്ദേട്ടൻ ഈ കാണിക്കുന്ന സ്നേഹം കുഞ്ഞെന്റെ വയറ്റുള്ളതുകൊണ്ടോ ഉള്ളതുകൊണ്ടാണോ അതോ എന്നോടുള്ള സ്നേഹമാണോ എന്ന് ചോദിച്ചു. ആനന്ദ് ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് ഒരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്കറിയാം. ആനന്ദേട്ടൻ ആലോചിച്ചൊരു മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് പിന്നെ ദേവി, വേണ്ട ആനന്ദേട്ടാ, കള്ളത്തരം പറയണ്ട, സത്യസന്ധമായിട്ടുള്ള മറുപടി കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി. പിന്നെ ഒരു കാര്യമുണ്ട് ആനന്ദേട്ടാ, ആനന്ദേട്ടന്റെ കുഞ്ഞെ ഭയങ്കര പലഹാരക്കൊതിയനാന്ന് പറഞ്ഞു. പലഹാരക്കൊതിയനോ? അതെ, എന്ത് പലഹാരം കഴിക്കാനാ താല്പര്യം? അത് പിന്നെ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് ശ്രീദേവി വയറ്റിൽ കൈവച്ചിട്ട് ചോദിച്ചു, അല്ല, നിനക്ക് എന്ത് പലഹാരം കഴിക്കാൻ ആഗ്രഹം എന്ന് അച്ഛൻ ചോദിക്കുന്നു. പിന്നീട് ശ്രീദേവി പറഞ്ഞു, നല്ല ചൂട് പരിപ്പോടെ കഴിക്കാനാന്ന്. ചൂട് പരിപ്പോടെ? അതെ, നല്ല വാഴയിലേക്കകത്ത് നല്ല ചൂട് പരിപ്പോടെ കിട്ടണം, അതെനിക്ക് ഭയങ്കര കൊതിയാവുന്നുണ്ട്. അവൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. ആഹാ, അങ്ങനെയാണോ? ഞാൻ വരുമ്പോൾ വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. പിന്നെ ദേവി, നീ മുമ്പ് ചോദിച്ച ചോദ്യമില്ലേ, അതിനുള്ള ഉത്തരം? വേണ്ട ആനന്ദേട്ടാ, ആനന്ദേട്ടൻ ഇപ്പൊ അത് പറഞ്ഞ് വിഷമിക്കണ്ട. ആനന്ദേട്ടന് ഇപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ശരിയാകത്തില്ല. ഇപ്പൊ എന്റെ മനസ്സ് വേദനിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് ചിലപ്പോൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാന്ന് പറയും. അത് വേണ്ട, എനിക്ക് സത്യസന്ധമായിട്ടൊരു ഉത്തരവ് കിട്ടേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീദേവി കോള് കട്ട് ചെയ്തു. പിന്നീട് വയറ്റത്തെ കൈവച്ചിട്ട് പറഞ്ഞു, കണ്ടോ, ഒരിക്കൽ നിന്റെ അച്ഛൻ എന്നോട് പറയും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാന്നുള്ള കാര്യം. അത് കേൾക്കാൻ വേണ്ടി ഈ അമ്മ ഇരിക്കണേ എന്നൊക്കെ ഇങ്ങനെ ശ്രീദേവി പറയുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.